Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മിൽക്ക് ബ്രെഡ് എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ബ്രെഡൊക്കെ എല്ലാവർക്കും കടയിൽ നിന്ന് എവിടെ നിന്നും വാങ്ങാൻ പറ്റുന്നതാണ്. എന്നാലും നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് മധുരം ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം. പക്ഷേ ഈ 3 ടേബിൾ സ്പൂണ് ഈ ബ്രെഡിന് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ബ്രെഡിന് ചെറുതായിട്ട് മിൽക്ക് ബ്രെഡിന് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂണ് ആ ഒരു മധുരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ മിൽക്ക് പൗഡറും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിൽക്ക് ബ്രെഡ് അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം എടുത്താൽ മതി. ഈ മിൽക്ക് പൗഡറിന് പകരം മൈദ എടുത്താൽ മതി. മൈദയുടെ അളവ് 2 ടേബിൾ സ്പൂണ് കൂട്ടിയാൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, പിന്നെ വേണ്ടത് ഒരു 2 കപ്പ് മൈദയാണ്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇപ്പം കയ്യിലേക്ക് നന്നായിട്ട് ഒട്ടുന്ന ഒരു പരുവത്തിലാണ് മാവുള്ളത്. അങ്ങനെയാണ് ബ്രെഡിനുള്ള മാവ് വേണ്ടത്. ഇനി നന്നായിട്ടൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഒന്ന് കൈയൊക്കെ ക്ലീൻ ചെയ്ത് ഈ കയ്യിലുള്ള സമയത്ത് ഇങ്ങനെ നമ്മൾ കുഴക്കുമ്പോൾ കൂടുതൽ ഒട്ടുകയാണ് ചെയ്യുക. ഈ കേക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വന്ന് നന്നായിട്ട് ഇതൊന്ന് ഒരു 5-6 മിനിറ്റ് നമുക്ക് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ കൈ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ കുഴക്കണ്ട. അപ്പം കയ്യിലേക്ക് നന്നായിട്ട് സ്റ്റിക്കാവും. ഇങ്ങനെ മാവിൻ്റെ മുകളിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ കയ്യിലേക്ക് ഒട്ടില്ല. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കന്നെ ഇതിൻ്റെ ഒട്ടലൊക്കെ കുറേ മാറി കിട്ടുന്നുണ്ട്. 5-6 മിനിറ്റ് കുഴക്കുമ്പോഴേക്കന്നെ ഇങ്ങനെ ഒട്ടലൊക്കെ മാറി നന്നായിട്ട് കുഴക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റും കൂടെ ആകും. ഒരു 10 മിനിറ്റ് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴക്കാം. ഒട്ടലൊക്കെ മാറിയതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കൂടി ഒന്ന് കുഴച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വീണ്ടും കൗണ്ടർ ടോപ്പിലേക്കിട്ട് ഒന്നുകൂടി നന്നായിട്ടൊരു 10 മിനിറ്റ് കൂടി കുഴച്ചെടുക്കണം. കണ്ടോ, നമ്മളിങ്ങനെ വലിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകാതെ നന്നായിട്ട് വെലിഞ്ഞ് കിട്ടണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ പൊട്ടാത്ത വിധത്തിൽ കിട്ടുന്നവരെ വീണ്ടും ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇത് കുഴച്ചതിന് ശേഷം നമ്മളിത് ബൗളിലേക്ക് തന്നെ ഇട്ടൊരു മൂടി വെച്ച് ഇതൊന്ന് ഡബിൾ സൈസായി വരുന്നത് വരെ ഇതൊന്ന് മൂടി വെക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ടേബിൾ ടോപ്പിൽ ഒരു സിലിക്കോണിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ വെച്ചാണ് നമ്മൾ നന്നായിട്ടിത് കുഴക്കുന്നത്. ഹോട്ടലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നല്ല ഈസി ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ നേരത്തെ മാവ് കുഴക്കാനെടുത്ത ബൗളിലേക്ക് തന്നെയാണ് ഇട്ട് വെക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാവ് വെച്ച് ഇതൊന്ന് മൂടി വെക്കണം. ഒരു 1 മുതൽ 1.5 മണിക്കൂർ വരെ മൂടി വെക്കേണ്ടി വരും. അതൊക്കെ ഓരോ നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചായിരിക്കും ഇത് പൊങ്ങി വരിക. ഇത് ഡബിൾ സൈസായി വരുന്നത് വരെ ഇതിങ്ങനെ മൂടി വെക്കണം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതിലേക്ക് ഒരു കുഴി വന്നിട്ട് ആ കുഴി അങ്ങ് നിവർന്ന് വരാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതുവരെയാണ് നമ്മൾ ഇത് മൂടി വെക്കേണ്ടത്. ഇപ്പം നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിവിടെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഷീറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് താഴത്തുനിന്ന് മുകളിലോട്ടേക്ക് നന്നായിട്ട് ഇതൊന്നിങ്ങനെ ചുരുട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് ടൈറ്റിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. മുകളിലേക്കൊന്നിങ്ങനെ
റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ ഒന്ന് താഴത്തുനിന്ന് വലിച്ചിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ റോൾ ചെയ്ത ആ ഒരു റോൾ അവിടെ കാണുമല്ലോ, അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ താഴത്തുനിന്ന് വലിച്ച് മുകളിലേക്കൊന്ന് ഒട്ടിച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഈ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാവ് അതിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഓവനിലേക്ക് മാറ്റാം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 170 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുത്തതാണിത്. ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ഇനി നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഓവനിൽ വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ ഞാൻ മാവൊക്കെ ഒന്നുകൂടി കുഴച്ച് ഞാനിവിടെ സ്റ്റൗ ടോപ്പിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ അളവിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷേ അതേ ടിന്നിലും അതുപോലെ തന്നെ അതിൽ ചെറിയൊരു ടിന്നും കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ചെറിയ ടിന്നിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇത് ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പരത്തി റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ റോൾ ചെയ്തെടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ടിന്നിലേക്ക് തന്നെ ഇട്ട് ഇതൊന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റൗ ടോപ്പിൽ എന്ന് പറയുമ്പോൾ ആദ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഒന്ന് നല്ലോണം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു ലോ ടു മീഡിയം ഹീറ്റിലിട്ട് ഒരു 40 മിനിറ്റ്സോളം തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊന്ന് അങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേത് ഞാൻ ചെറിയ ടിന്നിലാക്കിയത് ഞാൻ ഓവനിലേക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇത് ഓവനിൽ വെച്ചിട്ടുള്ള ചെറിയ ബ്രെഡാണ്. അതൊന്ന് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റൗ ടോപ്പിൽ റെഡിയാക്കിയിട്ടുള്ള ബ്രെഡും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം അങ്ങനെ ബ്രൗൺ ആയി കിട്ടിയിട്ടില്ല. ഇതിൽ നല്ല സോഫ്റ്റ് തന്നെയാണ് ബ്രെഡ്. അപ്പം അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് തന്നെയാണ്. ഞാൻ കുറേ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തിട്ടുള്ള ബ്രെഡാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തിട്ടുള്ള ബ്രെഡ്. കണ്ടോ, അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.